പ്രിയപ്പെട്ട കുട്ടികളെ, ഇനി മാക്രോ എക്കണോമിക്സ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് ചർച്ച ചെയ്യാം. മാക്രോ എക്കണോമിക്സ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൽ ഒന്നാമത്തെ പാഠഭാഗത്തിൽ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ്, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ഉത്ഭവം. അതിൻ്റെ ഉത്തരം എഴുതുമ്പോൾ ക്ലാസിക്കൽ സാമ്പത്തിക ചിന്താഗതി, ക്ലാസിക്കൽ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ, ക്ലാസിക്കൽ സാമ്പത്തിക ചിന്താഗതിയുടെ പ്രധാനപ്പെട്ട സങ്കല്പങ്ങൾ ഫുൾ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയം, പൂർണ്ണ തൊഴിൽ സന്തുലിതാവസ്ഥ, സപ്ലൈയും ഡിമാൻഡും തുല്യമാണെന്നുള്ളത്, JB സെയുടെ കമ്പോള സിദ്ധാന്തം, സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്, പ്രധാനം അതിന് തന്നെ ചോദനത്തെ സൃഷ്ടിക്കുന്നു, ആഗോള മാന്ദ്യം, മഹാമാന്ദ്യം, 1930കളിലെ ഗ്രേറ്റ് ഡിപ്രഷൻ, മഹാമാന്ദ്യം, JM കെയ്ൻസിൻ്റെ ബുക്കിൻ്റെ പേര് ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി, അത് പബ്ലിഷ് ചെയ്ത വർഷം 1936, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് JM കെയ്ൻസ്. ഇത്രയും പോയിന്റുകൾ ഉൾപ്പെടുത്തി വേണം എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം എഴുതാൻ. ഓക്കെ, പിന്നെ രണ്ടാമത്തെ പാഠം നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്നുള്ള രണ്ടാമത്തെ പാഠം. ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു പാഠഭാഗമാണ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്, ദേശീയ വരുമാനം കണക്കാക്കൽ. അതിൽ 8 മാർക്കിന് എന്തായാലും ഒരു എസ്സേ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ദേശീയ വരുമാനവും GDPയും കണ്ടുപിടിക്കുന്ന 3 മാർഗ്ഗങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു, അത് എന്തായാലും പഠിക്കണം. അതുകൂടാതെ ചെറിയ മാർക്കിൻ്റെ ചോദ്യങ്ങൾ നമുക്ക് വന്ന് ചർച്ച ചെയ്യാം. ആദ്യം ഓർത്തിരിക്കേണ്ട ക്ലാസിഫിക്കേഷൻ ഓഫ് ഗുഡ്സ്, കൺസ്യൂമർ ഗുഡ്സ്, ക്യാപിറ്റൽ ഗുഡ്സ്, ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ്, ഉപഭോഗ വസ്തുക്കൾ, മൂലധന വസ്തുക്കൾ, അന്തരാള വസ്തുക്കൾ അഥവാ ഇടനില വസ്തുക്കൾ. ഇത് വേർതിരിച്ച് മനസ്സിലാക്കുക. ഓരോ സാധനങ്ങളും ഏത് കാറ്റഗറിയിൽ വരും എന്ന് ശരിക്കും മനസ്സിലാക്കുക. പിന്നെ സ്റ്റോക്ക് ഫ്ലോ, പ്രവാഹവും ചരങ്ങളും വ്യത്യാസം മനസ്സിലാക്കണം. ഇവിടെയും ചോദിക്കുന്ന കുറേ വേരിയബിൾസ് വരും, അതിനെ സ്റ്റോക്കും ഫ്ലോ ആയിട്ട് തരംതിരിക്കേണ്ടി വരും. പിന്നെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. ഒരു ദ്വിമേഖലാ സമ്പദ് വ്യവസ്ഥയിൽ വരുമാനത്തിൻ്റെയും ചെലവിൻ്റെയും ചാക്രിക പ്രവാഹം, അതിൻ്റെ ചിത്രം തരും, ബ്ലാങ്ക് ആയിട്ടുള്ള ചിത്രം തരും, അത് നമ്മൾ പൂരിപ്പിക്കേണ്ടി വരും. ഫേംസും ഹൗസ് ഹോൾഡും ഉൽപ്പാദകരും കുടുംബ മേഖലയും തമ്മിലുള്ള ചാക്രിക പ്രവാഹം, ബന്ധം കാണിക്കുന്ന ചാക്രിക പ്രവാഹം, അതിൽ തന്നെ റിയൽ ഫ്ലോ ഏതാണ്, മണി ഫ്ലോ ഏതാണെന്നും കൂടി അറിഞ്ഞിരിക്കണം. പിന്നെ GDP, NDP, GNP, NNP ഇവ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടുത്തുന്ന സൂത്രവാക്യങ്ങൾ ചോദിക്കും. 1-2 സൂത്രവാക്യം പ്രതീക്ഷിക്കാം. അത് ശരിക്കും മനസ്സിലാക്കി പഠിക്കുക. പിന്നെ ഒരു ഉൽപ്പാദകൻ്റെ ഉൽപ്പന്നത്തിൻ്റെ മൂല്യവും വാല്യൂ ആഡഡും കൂട്ടിച്ചേർത്ത മൂല്യവും കണ്ടുപിടിക്കാനുള്ള മാത്തമാറ്റിക്കൽ പ്രോബ്ലം ചിലപ്പോൾ പ്രതീക്ഷിക്കാം. അതുപോലെ GDPയും NDP എല്ലാം കണ്ടുപിടിക്കാനുള്ള മാത്തമാറ്റിക്കൽ ചോദ്യം പ്രതീക്ഷിക്കാം. ചെലവ് രീതിയിലും വരുമാന രീതിയിലും ഉൽപ്പന്ന രീതിയിലും ഇടയ്ക്ക് അതിൻ്റെ മാത്തമാറ്റിക്കലായിട്ടുള്ള ചോദ്യം വരാറുണ്ട് കണ്ടുപിടിക്കാനുള്ളത്. പിന്നെ പേഴ്സണൽ ഇൻകം, പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം, വ്യക്തിഗത വരുമാനം, വ്യക്തിഗത വിനിയോഗ വരുമാനം, അതിൻ്റെ സൂത്രവാക്യം ശരിക്ക് കാണാപ്പാഠം പഠിച്ച് മാത്തമാറ്റിക്കൽ പ്രോബ്ലം ചെയ്യാൻ ചോദിക്കും. പിന്നെയുള്ളതാണ് GDP ഡിഫ്ലേറ്റർ, നോമിനൽ GDP ഡിവൈഡ് ബൈ റിയൽ GDP എന്നുള്ള സൂത്രവാക്യം ഉപയോഗിച്ച് GDP ഡിഫ്ലേറ്റർ കണ്ടുപിടിക്കാൻ ചോദിക്കും. പിന്നെ ഞാൻ പറഞ്ഞ 8 മാർക്കിൻ്റെ എസ്സേ ക്വസ്റ്റ്യനും. ഇത്രയുമാണ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്നുള്ള പാഠഭാഗത്ത് ഓർത്തിരിക്കാനുള്ളത്. പിന്നെ മൂന്നാമത്തെ പാഠമാണ് മണി ആൻഡ് ബാങ്കിങ്. മണി ആൻഡ് ബാങ്കിങ് എന്നുള്ള പാഠഭാഗത്ത് ആദ്യം പഠിക്കാനുള്ളത് ബാർട്ടർ സമ്പ്രദായത്തിൻ്റെ പോരായ്മകൾ, ഡിഫിക്കൽട്ടീസ് ഓഫ് ബാർട്ടർ സിസ്റ്റം. പിന്നെ പണം എന്നാൽ എന്ത്, പണത്തിൻ്റെ ധർമ്മങ്ങൾ എന്തെല്ലാം, ഫങ്ഷൻസ് ഓഫ് മണി. പിന്നെയുള്ളത് പണത്തിൻ്റെ ചോദനവും പ്രധാനവും, ഡിമാൻഡ് ഫോർ മണിയും സപ്ലൈ ഓഫ് മണിയും. ഡിമാൻഡ് ഫോർ മണിയിൽ ഓർത്തിരിക്കാനുള്ളത് പണം എന്തിനു വേണ്ടി ജനങ്ങൾ കൈവശം വയ്ക്കുന്നു, അല്ലെങ്കിൽ പണം കൈവശം വയ്ക്കുന്നതിൻ്റെ പിന്നിലുള്ള പ്രേരകങ്ങൾ, 2 മോട്ടീവ്സ് ബിഹൈൻഡ് ദ ഡിമാൻഡ് ഫോർ മണി, ട്രാൻസാക്ഷൻ മോട്ടീവും സ്പെക്കുലേറ്റീവ് മോട്ടീവും, കൈമാറ്റ പ്രേരകവും ഊഹക്കച്ചവട പ്രേരകവും. അത് ശരിക്കും മനസ്സിലാക്കണം. ഊഹക്കച്ചവട പ്രേരകത്തിൽ ലിക്വിഡിറ്റി ട്രാപ്പ്, ദ്രവത്വക്കെണി, ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ പണത്തിൻ്റെ ചോദനം, പൂർണ്ണ ഇലാസ്തികമാകുന്ന പ്രതിഭാസമാണ് ലിക്വിഡിറ്റി ട്രാപ്പ്, അത് മനസ്സിലാക്കുക. പിന്നെ ഓർത്തിരിക്കാനുള്ളത് കേന്ദ്ര ബാങ്കിൻ്റെ ധർമ്മങ്ങൾ, ഇന്ത്യയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ധർമ്മങ്ങൾ. അതുപോലെ എന്താണ് പണനയം, പണനയം നടപ്പിലാക്കുന്നതിന് വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നടപ്പിലാക്കുന്ന നയങ്ങൾ ഏതെല്ലാമാണ്. പണനയം എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ കടവും പണപ്രദാനവും നിയന്ത്രിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ബാങ്ക് നടപ്പിലാക്കുന്ന നയങ്ങളാണ് പണനയം. അതിൻ്റെ ടൂൾസ് CRR, SLR, ബാങ്ക് റേറ്റ്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. പിന്നെ മണി മൾട്ടിപ്ലയർ, പണഗുണകം, അത് അതിൻ്റെ സൂത്രവാക്യം പഠിക്കുക. അതുപോലെ മാത്തമാറ്റിക്കലായിട്ട് ചിലപ്പം ചോദിക്കും മണി മൾട്ടിപ്ലയർ കണ്ടുപിടിക്കാൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മണി ആൻഡ് ബാങ്കിങ് എന്നുള്ള പാഠഭാഗത്ത് പഠിക്കാനുള്ളത്. ഇനി മാക്രോ എക്കണോമിക്സിലെ 4ാമത്തെ പാഠഭാഗമായ ഇൻകം ഡിറ്റർമിനേഷൻ, വരുമാനം നിർണ്ണയിക്കൽ,
ഒരു ദ്വിമേഖലാ സമ്പദ് വ്യവസ്ഥയിൽ ടു സെക്ടർ ഇക്കണോമിയുടെ വരുമാനം നിർണ്ണയിക്കുന്നത്. അതിൽ MPC, MPS, APC, APS ഇത് നാലും ശരിക്കും പഠിക്കണം. MPCയും MPSും APCയും APSും കണ്ടുപിടിക്കാനുള്ളത്. MPC ഡെൽറ്റ C ബൈ ഡെൽറ്റ Y, MPS ഡെൽറ്റ S ബൈ ഡെൽറ്റ Y, APC C ബൈ Y, APS S ബൈ Y. ഇത് സൂത്രവാക്യം പഠിക്കുക, അത് കണ്ടുപിടിക്കാനുള്ളതും പഠിക്കുക. അതുപോലെ ഉപഭോഗധർമ്മം, ടു സെക്ടർ ഇക്കണോമിയിലെ ഉപഭോഗധർമ്മം, ടു സെക്ടർ ഇക്കണോമിയിൽ വരുമാനം നിർണ്ണയിക്കാനുള്ള മാത്തമാറ്റിക്കൽ ചോദ്യം ചിലപ്പോൾ ചോദിക്കും. ഒരു കൺസംഷൻ ഫംഗ്ഷൻ ഉപഭോഗധർമ്മം തരും, നിക്ഷേപവും തരും. എന്നിട്ട് ദേശീയ വരുമാനം അല്ലെങ്കിൽ സന്തുലിത ദേശീയ വരുമാനം, സന്തുലിത ഉൽപ്പന്നം കണ്ടുപിടിക്കാനുള്ള മാത്തമാറ്റിക്കൽ ചോദ്യം ചോദിക്കും. അതിൻ്റെ സൂത്രവാക്യമാണ് Y സമം 1/1 - C ഇൻറ്റു A ബാർ. അവിടെ A ബാർ എന്ന് പറഞ്ഞാൽ C ബാർ പ്ലസ് I ബാർ ആണ്. അതൊക്കെ ചെയ്ത് പഠിക്കുക. പിന്നെ അതുപോലെ മാത്തമാറ്റിക്കൽ അല്ലാതെ ദ്വിമേഖലാ സമ്പദ് വ്യവസ്ഥയിൽ വരുമാനവും ഉൽപ്പന്നവും നിർണ്ണയിക്കുന്നത് എങ്ങനെയെന്നുള്ളത് ഒരു ഗ്രാഫ് വരച്ചുകൊണ്ട് വിവരിക്കാൻ ചോദിക്കും. അഗ്രേഡ് സപ്ലൈ കർവും അഗ്രേഡ് ഡിമാൻഡ് കർവും കൂടി ഒരുമിച്ച് വരച്ചുള്ള ഗ്രാഫ്, അതും ചോദിക്കും. പിന്നെ പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ്, അതും കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് എന്താണെന്നും കൂടി അറിഞ്ഞിരിക്കുക. പിന്നെയുള്ളതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ, നിക്ഷേപ ഗുണകം 1/1 - C എന്നുള്ള നിക്ഷേപ ഗുണകം. MPC തരും, MPCയുടെ മൂല്യം തരും, എന്നിട്ട് നിക്ഷേപ ഗുണകം കണ്ടുപിടിക്കുക. ചിലപ്പോൾ MPSൻ്റെ മൂല്യമായിരിക്കും നിക്ഷേപ ഗുണകം കണ്ടുപിടിക്കുക. ഓക്കെ, ഇത്രയുമാണ് 4ാമത്തെ പാഠഭാഗത്ത് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ. ഇനിയും 5ാമത്തെ പാഠഭാഗം ഗവൺമെൻറ് ബജറ്റ് ആൻഡ് ഇക്കണോമി എന്നുള്ള പാഠഭാഗത്തിൽ അവിടെ നമുക്ക് ആദ്യം ബജറ്റിൻ്റെ ധർമ്മങ്ങൾ, അത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ്. ബജറ്റിന് ഫംഗ്ഷൻ, ബജറ്റിൻ്റെ ധർമ്മങ്ങൾ അല്ലെങ്കിൽ ബജറ്റിൻ്റെ ലക്ഷ്യങ്ങൾ അങ്ങനെ ചോദിക്കും. ഒബ്ജക്റ്റീവ്സ് ഓഫ് എ ബജറ്റ് അങ്ങനെ ചോദിക്കും. 3 ധർമ്മങ്ങൾ, 3 ലക്ഷ്യങ്ങളാണ്. അലൊക്കേഷൻ ഫംഗ്ഷൻ, വിനിയോഗധർമ്മം, ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, വിതരണധർമ്മം, സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷൻ, സുസ്ഥിരധർമ്മം. അത് ഓർത്തിരിക്കുക. പിന്നെയുള്ളത് ബജറ്റിൻ്റെ കോമ്പണൻസ് ആണ്, ഗവൺമെൻറ് ബജറ്റിൻ്റെ ഘടകങ്ങൾ. റവന്യൂ ബജറ്റ്, മൂലധന ബജറ്റ്. റവന്യൂ ബജറ്റ് എന്ന് പറഞ്ഞാൽ റവന്യൂ വരുമാനവും റവന്യൂ ചെലവും ഉൾപ്പെടുന്ന ബജറ്റ്. മൂലധന ബജറ്റ്, മൂലധന വരുമാനവും മൂലധന ചെലവും ഉൾപ്പെടുന്ന ബജറ്റ്. റവന്യൂ വരുമാനം തന്നെ നമ്മൾ ടാക്സ് വരുമാനം, നികുതി വരുമാനവും നികുതിയേതര വരുമാനങ്ങളും. റവന്യൂ ചെലവിൽ പ്ലാൻ റവന്യൂ ചെലവും നോൺ പ്ലാൻ റവന്യൂ ചെലവും. മൂലധന വരുമാനം എന്നുള്ളത് എന്താണെന്ന് മനസ്സിലാക്കുക. മൂലധന വരുമാനം ശരിക്കും മനസ്സിലാക്കുക. എന്താണ് മൂലധന വരുമാനം എന്നുള്ളത്? ഗവൺമെൻറ്റിന് ഒരു ബാധ്യത ഉണ്ടാകുന്നതോ നിലവിലുള്ള ആസ്തി കുറയുന്നതോ ആയ വരുമാനമാണ് മൂലധന വരുമാനം. പിന്നെ മൂലധന ചെലവ്, അവിടെയും പ്ലാൻ മൂലധന ചെലവും നോൺ പ്ലാൻ മൂലധന ചെലവും. അത് ശരിക്കും മനസ്സിലാക്കുക. അത് ചാർട്ടായിട്ട് ഫില്ല് ചെയ്യാൻ ചോദിക്കും. ഒരു ഫ്ലോ ചാർട്ട് രൂപത്തിൽ ഫില്ല് ചെയ്യാൻ ചിലപ്പോൾ ചോദിക്കും. കോമൺസ് ഓഫ് ഗവൺമെൻറ് ബജറ്റ്, അത് ശരിക്കും മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ ഈ പാഠഭാഗത്തിൽ ഫിസ്ക്കൽ പോളിസി, ധനനയം എന്താണെന്ന് ചോദിക്കും. എന്താണ് ധനനയം? ഗവൺമെൻറ് പൊതുവരുമാനം, പൊതുച്ചെലവ്, പൊതുക്കടം ഇവയെ നിയന്ത്രിക്കുന്ന നയമാണ് ധനനയം. അത് ശരിക്കും മനസ്സിലാക്കുക. ഗവൺമെൻറ് ചെലവിനെയും ഗവൺമെൻറ് വരുമാനത്തെയും ഗവൺമെൻറ് കടം, പബ്ലിക് ബോറോയിങ് ഇവയെ നിയന്ത്രിക്കുന്ന നയമാണ് ധനനയം എന്നുള്ളത്. അത് ശരിക്കും മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ ഗവൺമെൻറ് ബജറ്റ് ആൻഡ് ഇക്കണോമി എന്നുള്ള പാഠഭാഗത്തിൽ അടുത്ത് ചോദിക്കുന്നതാണ് ബജറ്റിലെ കമ്മി, ബജറ്റ് ഡെഫിസിറ്റ്. 3 ടൈപ്പ് ബജറ്റ് ഡെഫിസിറ്റ്. ബജറ്റിലെ കമ്മി എന്ന് പറഞ്ഞാൽ ചെലവ് കൂടുതലും വരുമാനം കുറവുമുള്ള ബജറ്റാണ് കമ്മി ബജറ്റ്. 3 തരം കമ്മി: റവന്യൂ കമ്മി, ധനക്കമ്മി, പ്രാഥമിക കമ്മി. റവന്യൂ ഡെഫിസിറ്റ്, ഫിസ്ക്കൽ ഡെഫിസിറ്റ്, പ്രൈമറി ഡെഫിസിറ്റ്. അതിന് 3നും സൂത്രവാക്യമുണ്ട്. റവന്യൂ ഡെഫിസിറ്റ് സൂത്രവാക്യം റവന്യൂ എക്സ്പെൻഡിച്ചർ മൈനസ് റവന്യൂ റെസിപ്റ്റ്. ഫിസ്ക്കൽ ഡെഫിസിറ്റ് ധനക്കമ്മിയുടെ സൂത്രവാക്യം ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് പിന്നെ ബ്രാക്കറ്റിൽ റവന്യൂ റെസിപ്റ്റ് പ്ലസ് നോൺ ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ക്യാപിറ്റൽ റെസിപ്റ്റ്. അവിടെ നോൺ ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ആണ്. നോൺ ഡെപ്റ്റ് ബോറോയിങ് ഒഴികെയുള്ള, കടം ബാധ്യത ഒഴികെയുള്ള മൂലധന വരുമാനമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ പ്രാഥമിക കമ്മി, ഫിസ്ക്കൽ ഡെഫിസിറ്റ് മൈനസ് നെറ്റ് ഇൻട്രസ്റ്റ് ലയബിലിറ്റീസ്, അതാണ് പ്രാഥമിക കമ്മി. അതും കൂടി ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ അതിൽ മാത്തമാറ്റിക്കൽ ഭാഗമാണ് വരുന്നത്. 3 മേഖലാ സമ്പദ് വ്യവസ്ഥയിൽ സന്തുലിത വരുമാനവും ഉൽപ്പന്നവും കണ്ടുപിടിക്കാനുള്ള ചോദ്യം ചിലപ്പോൾ ചോദിക്കാം. കൺസംഷൻ ഫംഗ്ഷൻ തരും, നിക്ഷേപം തരും, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ തരും, ടാക്സ് ചിലപ്പോൾ തരും,
ട്രാൻസ്ഫറും ചിലപ്പോൾ തരും. എന്നിട്ട് സന്തുലിത വരുമാനവും ഉൽപ്പന്നം കണ്ടുപിടിക്കാനുള്ള ചോദ്യം വരും. അതിൽ തന്നെ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറോ അല്ലെങ്കിൽ ടാക്സോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റോ കൂടിക്കഴിഞ്ഞാൽ സന്തുലിത വരുമാനത്തിനുള്ള മാറ്റവും കണ്ടുപിടിക്കാനുള്ള മാത്തമാറ്റിക്കൽ ചോദ്യം വരും. അതറിഞ്ഞിരിക്കുക. പിന്നെ MPCയുടെ മൂല്യം തന്നിട്ട് നിക്ഷേപ ഗുണകം, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഗുണകം, നികുതി ഗുണകം, ട്രാൻസ്ഫർ മാറ്റക്കൊടുതി ഗുണകം, ഇത്രയും കണ്ടുപിടിക്കാനുള്ള ചോദ്യം ചിലപ്പോൾ പ്രതീക്ഷിക്കാം. അപ്പം ഈ ഗുണകങ്ങളുടെ സൂത്രവാക്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയറുടെ സൂത്രവാക്യം, നികുതി ഗുണകത്തിൻ്റെ ടാക്സ് മൾട്ടിപ്ലയറുടെ സൂത്രവാക്യം, അതുപോലെ ട്രാൻസ്ഫർ മൾട്ടിപ്ലയറിൻ്റെ സൂത്രവാക്യം, അതുപോലെ മറ്റൊരു ഗുണകമാണ് ബാലൻസ്ഡ് ബജറ്റ് മൾട്ടിപ്ലയർ. ബാലൻസ്ഡ് ബജറ്റ് മൾട്ടിപ്ലയറിൻ്റെ സൂത്രവാക്യം അത്രയും ശരിക്കും മനസ്സിലാക്കി പഠിച്ചു പോവുക. ചിലപ്പോൾ മാത്തമാറ്റിക്കലായിട്ട് ചോദിക്കും. MPCയുടെ മൂല്യം തന്നിട്ട് ഇതെല്ലാം കണ്ടുപിടിക്കാൻ ചോദിക്കും. ഓക്കെ. പിന്നെ ഇതിൽ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ബാലൻസ്ഡ് ബജറ്റും അൺബാലൻസ്ഡ് ബജറ്റും, സന്തുലിത ബജറ്റും അസന്തുലിത ബജറ്റും. സന്തുലിത ബജറ്റ് വരുമാനവും ചെലവും തുല്യമായ ബജറ്റ്, അസന്തുലിത ബജറ്റ് വരുമാനവും ചെലവും തുല്യമല്ലാത്തത്. അസന്തുലിത ബജറ്റിൽ 2 വരും, കമ്മി ബജറ്റും വരും, മിച്ച ബജറ്റും വരും. പിന്നെ ഇതിൽ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് പൊതുക്കടം. പൊതുക്കടം ജനങ്ങൾക്ക് ഒരു ബാധ്യതയാണോ എന്നുള്ളത്. അത് 3 മാർക്കിന് 4 മാർക്കിന് ചോദിക്കുന്നതാണ്. പബ്ലിക് ഡെപ്റ്റ് ജനങ്ങൾക്ക് ബാധ്യതയാണോ എന്നുള്ളത്. എങ്ങനെയാണ് ബാധ്യത എന്നുള്ളത്? തീർച്ചയായിട്ടും ബാധ്യതയാണ്. ഇന്നത്തെ പൊതുകടം നാളത്തെ ഉയർന്ന നികുതിയാണ്. അപ്പം ഇന്ന് ഗവൺമെൻറ് വാങ്ങുന്ന കടം ഫ്യൂച്ചർ ജനറേഷന് അമിത നികുതി ഉണ്ടാക്കുന്നു. അത് അമിത നികുതി ചുമത്തുമ്പോൾ അവരുടെ സേവിങ്സ് കുറയുന്നു, നാഷണൽ സേവിങ്സ് കുറയുന്നു. ഇതാണ് നികുതിയുടെ ഭാരം. പക്ഷേ ഈ ആർഗ്യുമെൻറ്റിനെ കൗണ്ടർ ചെയ്ത ആർഗ്യുമെൻ്റാണ് റിക്കാർഡിയൻ ഇക്വലൻസ് എന്നറിയപ്പെടുന്നത്. റിക്കാർഡിയൻ തുലനം. റിക്കാർഡോ പറയുന്നത് ഇന്ന് ഗവൺമെൻറ് അമിതമായി കടം വാങ്ങുമ്പോൾ ഇന്നത്തെ തലമുറ അവരുടെ മക്കൾക്ക് വേണ്ടി അവർ ഇന്ന് തന്നെ സേവ് ചെയ്യുന്നു. അതുകൊണ്ട് പൊതുകടത്തിൻ്റെ ഭാഗമായിട്ട് ഫ്യൂച്ചർ ജനറേഷനെ അത് ബാധിക്കില്ല, സേവിങ്സ് കുറയില്ല എന്നാണ് റിക്കാർഡോ പറയുന്നത്. ഓക്കെ, ഇത്രയുമാണ് ഗവൺമെൻറ് ബജറ്റ് ആൻഡ് ഇക്കണോമി എന്നുള്ള പാഠഭാഗത്ത് ഓർത്തിരിക്കാനുള്ളത്. ഇനി നമുക്ക് മാക്രോ എക്കണോമിക്സിലെ അവസാനത്തെ പാഠഭാഗമായ ഓപ്പൺ ഇക്കണോമി മാക്രോ എക്കണോമിക്സ് എന്ന പാഠത്തിലെ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ. ഇതിലാദ്യം ഓർത്തിരിക്കേണ്ടത് ഒരു രാജ്യം മറ്റു രാജ്യങ്ങളുമായി ബന്ധപ്പെടുന്ന 3 ലിങ്കേജുകളാണ്. പ്രൊഡക്റ്റ് മാർക്കറ്റ് ലിങ്കേജ്, ഉൽപ്പന്ന വിപണി ലിങ്കേജ്, തൊഴിൽ മാർക്കറ്റ് ലിങ്കേജ്, ലേബർ മാർക്കറ്റ് ലിങ്കേജ് അല്ലെങ്കിൽ ഫാക്ടർ മാർക്കറ്റ് ലിങ്കേജ്, ഫിനാൻസ് മാർക്കറ്റ് ലിങ്കേജ്, ധനകാര്യ വിപണി ലിങ്കേജ്. ഈ 3 ലിങ്കേജുകൾ അറിഞ്ഞിരിക്കുക. പിന്നെ ഉള്ളത് ബാലൻസ് ഓഫ് ട്രേഡും ബാലൻസ് ഓഫ് പേയ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം. അത് ചോദിക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ ബാലൻസ് ഓഫ് ട്രേഡ് ആൻഡ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ സാധനങ്ങളുടെ കയറ്റുമതിയും സാധനങ്ങളുടെ ഇറക്കുമതിയും മാത്രം കാണിക്കുന്നതാണ് ബാലൻസ് ഓഫ് ട്രേഡ്. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് അങ്ങനെയല്ല. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ട്രാൻസ്ഫർ പേയ്മെൻറ്റും കടം വാങ്ങലും കടം കൊടുക്കലും എല്ലാ സാമ്പത്തിക ഇടപാടും ഒരു രാജ്യത്തിന് മറ്റു രാജ്യങ്ങളുമായിട്ടുണ്ടാകുന്ന ഒരു വർഷം ഉണ്ടാകുന്ന എല്ലാ സാമ്പത്തിക ഇടപാടും കാണിക്കുന്നതാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. പിന്നെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിലെ കറണ്ട് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും, കറണ്ട് അക്കൗണ്ടും മൂലധന അക്കൗണ്ടും ബാലൻസ് ഓഫ് പേയ്മെൻറ്റിലെ അടവ് സിസ്റ്റത്തിലെ അത് ശരിക്കും അറിഞ്ഞിരിക്കുക. കറണ്ട് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും എന്തൊക്കെയാണ്, അതിലെന്തെല്ലാമാണ് ഉൾപ്പെടുന്നത്. കറണ്ട് അക്കൗണ്ടിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ: 1 സാധനങ്ങളുടെ കയറ്റുമതിയും ഇറക്കുമതിയും, 2 സേവനങ്ങളുടെ കയറ്റുമതിയും ഇറക്കുമതിയും, 3 ട്രാൻസ്ഫർ പേയ്മെൻറ്റ് മാറ്റക്കൊടുതികൾ. ക്യാപിറ്റൽ അക്കൗണ്ടിൽ അതുകൂടാതെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ധനകാര്യ ഇടപാടുകളും കൂടി ഉൾപ്പെടും. കടം വാങ്ങുന്നത്, കടം കൊടുക്കുന്നത്, അസറ്റുകളുടെ ഫിനാൻഷ്യൽ അസറ്റുകളുടെ വിൽപ്പനയും വാങ്ങലും, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്, ക്യാപിറ്റൽ ഇൻഫ്ലോ ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ, ഇതെല്ലാം ക്യാപിറ്റൽ അക്കൗണ്ട് ഉൾപ്പെടും. അതും കൂടി അറിഞ്ഞിരിക്കുക. പിന്നെ ഇതിൽ പഠിക്കാനുള്ളതാണ് എക്സ്ചേഞ്ച് റേറ്റ്, വിദേശ വിനിമയ നിരക്ക്. ഒരു രാജ്യത്തിൻ്റെ കറൻസിയും മറ്റു രാജ്യങ്ങളുടെ കറൻസിയും തമ്മിലുള്ള വിനിമയ നിരക്ക് അത് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഇപ്പം ഉദാഹരണത്തിന് അമേരിക്കൻ ഡോളറും ഇന്ത്യൻ റുപ്പിയും തമ്മിലുള്ള വിനിമയ നിരക്ക്. ഉദാഹരണത്തിനായി 80 രൂപ സമം $1. ഇതൊരു വിനിമയ നിരക്കാണ്. വിദേശ വിനിമയ നിരക്ക് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ വിദേശ വിനിമയ നിരക്ക് തീരുമാനിക്കുന്നത് എങ്ങനെ? 3 രീതികൾ, 3 മാർഗ്ഗങ്ങൾ. ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം, അയവുള്ള വിനിമയ നിരക്ക് സമ്പ്രദായം. ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം, സ്ഥിര വിനിമയ നിരക്ക് സമ്പ്രദായം. പിന്നെ മാനേജ്ഡ് ഫ്ലോട്ടിംഗ് വിനിമയ നിരക്ക് സമ്പ്രദായം. ഇത് 3ഉം ചിലപ്പം 5 മാർക്കിനോ അല്ലെങ്കിൽ 8 മാർക്കിന് ചിലപ്പോൾ ചോദിക്കും. പക്ഷെ അങ്ങനെ ചോദിച്ച് കാണാറില്ല. ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. വിദേശ വിനിമയ നിരക്ക് തീരുമാനിക്കുന്ന 3 മാർഗ്ഗങ്ങൾ. അതിൽ തന്നെ കറൻസി അപ്രീസിയേഷനും കറൻസി ഡിപ്രീസിയേഷനും, പിന്നെ കറൻസി ഡിവാലുവേഷനും കറൻസി റീവാലുവേഷനും തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞിരിക്കുക. അപ്രീസിയേഷനും റീവാലുവേഷനും തമ്മിലുള്ള വ്യത്യാസം, ഡിപ്രീസിയേഷനും ഡിവാലുവേഷനും തമ്മിലുള്ള വ്യത്യാസം അത് ശരിക്കും മനസ്സിലാക്കുക.
ഇപ്പോൾ ഡീവാലുവേഷനും റീവാലുവേഷനും ഗവൺമെൻറ് ഒരു മോണിറ്ററി അതോറിറ്റിയുടെ പ്രവർത്തന ഫലമായിട്ടുണ്ടാകുന്നതാണ്. അപ്രീസിയേഷനും ഡിപ്രീസിയേഷനും മാർക്കറ്റിൻ്റെ ഫലമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്നതാണ്. അത് ശരിക്കും വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, ഇത്രയുമൊക്കെയാണ് എക്കണോമിക്സിൽ ഏറ്റവും കൂടുതൽ ചോദിച്ച് കാണാറുള്ള ചോദ്യങ്ങൾ. നന്നായി പഠിക്കുക. ഈ ചോദ്യങ്ങൾ പഠിച്ചാൽ തീർച്ചയായിട്ടും ഒരു A+ മാർക്ക് ലഭിക്കും. നന്നായി പഠിച്ചു പോവുകയാണെങ്കിൽ എല്ലാ കുട്ടികൾക്കും എഡ്യൂപേഴ്സിൻ്റെ ഹൃദയം നിറഞ്ഞ വിജയാശംസകൾ നേരുന്നു. ഗുഡ് ലക്ക്.